ശാരദാമ്മയുടെ ആരോഗ്യരഹസ്യം കുട്ടികളും ഉച്ചക്കഞ്ഞിയും. പാലിൽ പോഷകഗുണങ്ങളുണ്ട്. മായവും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷകഗുണങ്ങൾ ലഭിക്കുള്ളൂ. അങ്ങനെ ഒരു പാലുണ്ട്. ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത. ജനതാ പാൽ. 30 കൊല്ലം ഒറ്റയ്ക്ക് അടുപ്പൂതി കത്തിച്ച് കഞ്ഞിയും പയറും വെച്ച് നൂറുകണക്കിന് മക്കളെ ഉച്ചക്കഞ്ഞി ഊട്ടിയതാണ് പെരളം UP സ്കൂളിലെ വെപ്പുകാരിയായിരുന്ന ശാരദാമ്മ. പ്രായത്തിന്റെ അവശതകൾ കാരണം കഴിഞ്ഞ 10 കൊല്ലമായി വെപ്പ് ജോലിയിൽ നിന്നും പിരിഞ്ഞെങ്കിലും ഇന്നും അമ്മ മനസ്സിൽ മക്കളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം പോലും മുടങ്ങാതെ തൻ്റെ മക്കൾക്കൊപ്പം അല്പസമയം കഴിയാനും അവർക്ക് വിളമ്പിക്കൊടുക്കാനും അവരോടൊപ്പം ഉച്ചക്കഞ്ഞി കഴിക്കാനും എത്തിക്കൊണ്ടിരിക്കുകയാണ് സ്കൂളിന് പരിസരത്തെ താമസക്കാരിയായ ശാരദാമ്മ. ഇന്നത്തെ പോലെ ഗ്യാസും മറ്റു സൗകര്യങ്ങളും ഒന്നുമില്ലാത്ത കാലത്ത് ചകിരിയും വിറകും ഊതിക്കത്തിച്ചാണ് താൻ അരിയും പയറുമൊക്കെ വേവിക്കുന്നതെന്ന് ശാരദാമ്മ പറഞ്ഞു. അന്ന് കിട്ടുന്ന ശമ്പളവും അവർ തന്നെ പറയും. അന്നത്തെ പാചകം കഞ്ഞി, ചെറുപയർ കറി, 200 വെളിച്ചെണ്ണ, 100 വറക്കി 100 കടു. അന്നത്തെ കറി സ്പെഷ്യലി കഴിച്ചൊന്നുമില്ല. ഈ 2 കറി ഏതൊക്കെ ഒരു കറി വെക്കും. ചെറുപയർ അത് ചക്കാച്ചാട്ടം തിരിക്കും. നല്ല പയറാണ്, അച്ഛല് വരി. ആരും ഉണ്ടായിട്ടില്ല, ഒറ്റക്കല്ലേ. അന്നേരം ചേരി കെട്ടണം, പിന്നെ ചിരട്ട കെട്ടണം, എല്ലാം തലയപ്പുറം കെട്ടിയിട്ടൊന്ന് ചോറ് ഒക്കെ ഉണ്ട്. ഈ കുഴപ്പമില്ല. അങ്ങോളം പണ്ടമുണ്ട്. അമ്മ കയറിയിട്ട് ബൗണ്ടക്ക് അല്ല വൈകുന്നേരം മറുപടി വെക്കും. കയറിയിട്ട് ഞാൻ കയറിയിട്ട് അങ്ങനെ കത്തുകാരും കൂടിയില്ല. ഇപ്പം കാത്ത് ഇപ്പം അന്ന് കേസ് പഠിക്കണ്ട. അന്ന് കൈ കയറിയിട്ട് കയ്യാൽ കഴിഞ്ഞിന് 30 കൊല്ലം വെച്ചിന് കഞ്ഞി. 30 കൊല്ലം ശമ്പളം 10 റുപ്യ. 11 കൊല്ലം 10 റുപ്യ, 10 റുപ്യ. പിന്നെ 30, 40 വിദ്യാകാർ പറയുമ്പോൾ തന്നെ. കുട്ടികൾക്ക് മാത്രമല്ല അധ്യാപകർക്കും അമ്മ സ്ഥാനത്താണ് ശാരദാമ്മ. ഒരു ദിവസം കണ്ടില്ലെങ്കിൽ അവർ അങ്ങോട്ട് അന്വേഷിച്ചു പോകും. ശാരദാമ്മയുടെ ആദ്യകാലത്ത് തന്നെ സ്കൂളിലെത്തിയ അധ്യാപികയും ഇന്നത്തെ ഹെഡ് മിസ്ട്രസുമായ ലീന ടീച്ചർക്കും ശാരദാമ്മയെക്കുറിച്ച് പറയാനുണ്ട്. ശാരദായിട്ട് ഞാനിവിടെ ചെറുനര മുതലേ ഇവിടെ ഉച്ചഭക്ഷണം തയ്യാറാക്കുന്നുണ്ട്. അപ്പം ആ സമയത്തൊക്കെ വളരെ ഉഷാറായിട്ട് അന്ന് ഒറ്റക്കന്നെയാണ് എല്ലാ ജോലികളും ചെയ്യുന്നത്. ഇന്നത്തെ പോലെയുള്ള ഗ്യാസും അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും അന്നില്ലായിരുന്നു. വിറകെല്ലാം കൊണ്ടുവന്ന് അടുപ്പിൽ തന്നെയാണ് ഭക്ഷണം പാകം ചെയ്യുന്നത്. ഇപ്പം 10 വർഷമായി ശാരദായിട്ട് ഇരുന്ന് മതിയാക്കിയിട്ട്, എങ്കിലും മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ശാരദായിട്ട് സ്കൂളിലേക്ക് വരാറുണ്ട്. ഇപ്പം പിന്നെ അങ്ങനെ അധികം ജോലി ചെയ്യാനൊന്നും കഴിയുന്നില്ല. എങ്കിലും ഉച്ചഭക്ഷണ സമയത്ത് ഇവിടെ വന്ന് കുട്ടികളൊന്ന് ചേർന്ന് കുറച്ച് ഭക്ഷണം കഴിച്ച് വീട്ടിലേക്ക് പോകുന്ന ഒരു പതിവാണിപ്പോൾ. ശാരദാമ്മയുടെ ഭർത്താവും മകനും മരിച്ചു. ഒറ്റയ്ക്കാണ് താമസം. വല്ലപ്പോഴും കിട്ടുന്ന ക്ഷേമ പെൻഷൻ മാത്രമാണ് ആകെയുള്ള ആശ്രയം. 30 വർഷം പാചക തൊഴിലാളിയായിരുന്നിട്ടും അന്നന്നത്തെ ദിവസക്കൂലി അല്ലാതെ അതിനുശേഷം ആ വകയിൽ യാതൊരുവിധ സഹായമോ ആനുകൂല്യമോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ശാരദാമ്മയ്ക്ക് കിട്ടുന്നില്ലെന്നും ഇപ്പോൾ ആ ജോലി നോക്കുന്ന തങ്ങളുടെ അവസ്ഥയും ഇതുപോലെ തന്നെ ആയിരിക്കുമോ എന്ന ആശങ്കയും ഇപ്പോഴത്തെ പാചക തൊഴിലാളിയായ ദീനയും പങ്കുവച്ചു. പ്രായം 90 കഴിഞ്ഞെങ്കിലും സ്കൂളിലേക്കുള്ള ഈ വരവും മക്കൾക്കൊപ്പമുള്ള ഈ ഉച്ചയൂണുമാണ് തന്നെ ആരോഗ്യത്തോടെ നിലനിർത്തുന്നതെന്നാണ് ശാരദാമ്മ പറയുന്നത്. ഉച്ചയൂണ് കഴിഞ്ഞ് കുട്ടികളെല്ലാവരും ക്ലാസ്സിലേക്ക് മടങ്ങിയാൽ മാത്രമേ ശാരദാമ്മ തിരിച്ചു പോകാറുള്ളൂ. ഈ കുട്ടികളിൽ പലരുടെയും അച്ഛനമ്മമാരും ശാരദാമ്മയുടെ കൈപുണ്യം അനുഭവിച്ചറിഞ്ഞവരാണ്. അതറിയുന്ന കുട്ടികൾക്കും സ്വന്തം അമ്മൂമ്മ തന്നെയാണ് ശാരദാമ്മ. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. പാലിൽ പോഷകഗുണങ്ങളുണ്ട്. മായവും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷകഗുണങ്ങൾ ലഭിക്കുള്ളൂ. അങ്ങനെ ഒരു പാലില്ല എന്നല്ലേ ടീച്ചർ ഇന്നലെ പറഞ്ഞേ? അങ്ങനെ ഒരു പാലുണ്ട്, ജനതാ പാൽ. നാട്ടിലെ നന്മ ആഗ്രഹിക്കുന്ന ക്ഷീര കർഷകരിൽ നിന്നും സൊസൈറ്റികളിൽ നിന്നും പരിശുദ്ധി ഉറപ്പുവരുത്തി ശേഖരിച്ച പാൽ പൂർണ്ണമായും ശാസ്ത്രീയമായി സംസ്കരിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തി മാത്രം പാക്ക് ചെയ്ത് നമ്മുടെ കൈകളിലെത്തിക്കുന്ന ജനതാ പാലിലുണ്ട് പോഷകഗുണങ്ങൾ. ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത. ജനതാ പാൽ. അപ്പോ സമ്പൂർണ്ണ പരിശുദ്ധിയും പോഷകഗുണങ്ങളുമുള്ള പാലേതാണ്?
ജനതാ പാൽ ഒരു ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി ഉൽപ്പന്നം.